ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്ന് ഒരു പ്രാവിൻ്റെ വീഡിയോ വന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, പ്രാവ് പറന്നു പോയാൽ തിരിച്ചു വരുമോ എന്നുള്ള ഡൗട്ട് പലർക്കും ഉണ്ടാവാം. എനിക്ക് ഉണ്ടായിട്ടുള്ള ഡൗട്ടാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ എന്ത് ചെയ്യുക, ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കട്ടെ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവർ പലവരും ലൈക്ക് ചെയ്യാനാണ് കാണുന്നത്. ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയ്ക്ക് പോകാം. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ടിക്രൂസ് ആൻഡ് വ്ളോഗ്സ്. പ്രാവ് കൂടൊന്നും തുറന്നു വിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് മൂന്ന് അതിഥികളെ കാട്ടിത്തരാം കേട്ടോ. ആ മേലെ നിൽക്കണണ്ട സംഭവം കൂട്ടിക്കാണ്ട് നിൽക്കുന്ന സാധനമാണ്. പിന്നെ നമ്മുടെ ഈ 2 കൂടുണ്ടല്ലോ, ആ സംഭവം ഇത്തിരി ഇതാണ്. ഇല്ല, ഇത് കുഴപ്പമില്ല. അത് ഞാൻ ഇന്നലെ നേരെ അടയ്ക്കാത്തതിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, എന്തായാലും നമുക്ക് തുറന്നു വിടാം. ഓക്കെ, സാധാരണ ഷോർട്സിലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുക. തുറന്നു വിടേണ്ട താമസമുള്ളൂ. അണയാക്കുന്നുണ്ടാ കുഞ്ഞ് വിരിഞ്ഞ ഇല്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ തുറന്നു വിട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ അതാ വെള്ളം. ഇത് നമ്മൾ വെച്ചതിൻ്റെ ഒരു റീസൺ ഉണ്ട്, വേറൊന്നുമല്ല. ഇപ്പോൾ കാട്ടിത്തരാം. ഓക്കെ, ഓക്കെ. ആ ഒരു പ്രാവ് ഇപ്പോൾ പറക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. വേറൊന്നുമല്ല, പറന്നുപോയ പ്രാവ് തിരിച്ചു എന്ന ചോദ്യത്തിന് ഒന്നേ പറയാനുള്ളൂ. തിരിച്ചു വരുമോ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരവേ ഉള്ളൂ. നമുക്കുള്ളതാണെങ്കിൽ അത് എപ്പോഴായാലും തിരിച്ചു വരിക തന്നെ ചെയ്യും. ഇപ്പം ഇതിൽ കാണുന്ന പല പ്രാവും എൻ്റെ പറന്നു പോയ പ്രാവുകളാണ്. പറന്നു പോയിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് തിരിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്കുള്ളതാണെന്നുണ്ടെങ്കിൽ ആ പ്രാവ് എന്തായാലും തിരിച്ചു വരിക തന്നെ ചെയ്യും. അപ്പോൾ ഇപ്പോൾ തുറന്നു വിട്ടുകൊണ്ടാണ്. അപ്പോൾ എല്ലാതാ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതിൽ കാണുന്ന ഈ പല പ്രാവുകളും ആ പുള്ളിപ്രാവ് ഉണ്ടല്ലോ, സൂം ചെയ്ത് എടുത്തരാം. ആ പുള്ളിപ്രാവ് ഒഴിച്ച് ബാക്കി പല പ്രാവുകളും പറന്നുപോയ പ്രാവാണ്. ഇപ്പോൾ പറന്നുപോയ പ്രാവുകൾ പലതും ഇല്ലെങ്കിലും ഈ കാണുന്ന ഇത്തിരിയൊക്കെ പറന്നുപോയ പ്രാവുകളാണ്. ഞാൻ പോയി എന്ന് തന്നെ വിചാരിച്ചു. പക്ഷേ കുറേ ദിവസങ്ങൾക്ക് ശേഷം മാസം കഴിഞ്ഞിട്ടാണ്, 1 മാസം, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 1 മാസം കഴിഞ്ഞിട്ടാണ് പ്രാവ് തിരിച്ചു വന്നത്. ഓക്കെ, അതുകൊണ്ട് നിങ്ങൾ ഇതാകാണ്ടിരിക്കുക. പിന്നെ നമുക്ക് വരാത്താണെങ്കിൽ അത് പിന്നെ വരില്ല. നമുക്കുള്ള പ്രാവുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാവും. ഓക്കെ, അതൊന്ന് സെറ്റാക്കുക. അതുപോലെ തന്നെ ഈ പറന്നു പോകേണ്ട ഒരു സാഹചര്യം പ്രാവിന് വരുന്നത് വേറൊന്നുമല്ല. ഒന്നാമത് പൂച്ചൻ്റെയും കാക്കകളുടെയും ഒക്കെ ശല്യങ്ങൾ കാരണമായിരിക്കാം. അല്ലെങ്കിൽ കൂട് വെക്കുന്ന സ്ഥലമുണ്ടല്ലോ, അത് നിങ്ങൾ പ്രാവുകൾക്ക് കാണുന്ന, ഞാൻ പല വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട്, പ്രാവുകൾക്ക് കാണുന്ന സ്പേസിൽ കൊണ്ട് കൂട് വയ്ക്കുക. അല്ലെങ്കിൽ പ്രാവ് പറന്നു പോകാൻ സാധ്യതകൾ കൂടുതലുണ്ട്. എന്ന് വെച്ചാൽ പ്രാവുകൾക്ക് കൂട് കാണില്ല തുറന്നു വിട്ട് കഴിഞ്ഞാൽ. അതൊക്കെയാണ് സാഹചര്യങ്ങൾ. പിന്നെ പോയിട്ടുണ്ടെങ്കിൽ നമുക്കുള്ളതാണ് എന്താണ്, അത് തിരിച്ച് വരിക തന്നെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ചിലപ്പോൾ 1 മാസം എടുക്കാം, ചിലപ്പോൾ 2 മാസം എടുക്കാം. ഞാൻ പിന്നെയും പറയുന്നത്, 1 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ പ്രാവ് പറന്ന് തിരിച്ചു വന്നത്. അപ്പോൾ അവിടെ പോയി എന്തായെന്നൊന്നും അറിയില്ല. പക്ഷെ തിരിച്ചു വരുമ്പോൾ 2 കുട്ടികളും ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക. എന്ന് വെച്ചാൽ നമ്മുടെ കാണുന്ന പലവരും വീഡിയോ ലൈക്ക് ചെയ്യേണ്ട കാണുന്നത്. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോകളൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും എത്തും. ഓക്കെ, അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ കാണാം. ബൈ.